ഒരു ചെന്നായുടെ അടുത്തുനിന്ന് ഒരു ആട്ടുംകുട്ടിയെ രക്ഷപ്പെടുത്തിയില്ലേ? ഒരു എലിയുടെ മുന്നിൽ നിന്ന് ഒരു വടയെ രക്ഷിച്ചില്ലേ? ആ മരക്കഴുതെങ്ങനെ അവളെ കെട്ടിയിരുന്നെങ്കിൽ കയ്യിലൊരു കുഞ്ഞിനെയും കൊടുത്തിട്ട് ബസ് സ്റ്റാൻഡ് തോറും അവള് തെണ്ടി നടക്കുമായിരുന്നു. നീ രക്ഷകനാടാ അനിയ, രക്ഷകൻ. നിന്നെ പോലെ ഒരുത്തരം ഞാൻ കണ്ടിട്ടേ ഇല്ല അനിയ. എടാ വെള്ളത്തിൽ നീന്തുന്ന പന്നി, എന്നെ കുറിച്ച് ഒന്നും അറിയാതെ നീ എന്തൊക്കെയാടാ പറഞ്ഞത്? ചെന്നായെന്നും എലിയെന്നും ഒക്കെ നീ എന്നെ വിളിച്ചില്ലേടാ മരമാക്രി. എന്നെ പോലെ ഒരു കറുത്ത ഒരുത്തൻ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നത് കഷ്ടപ്പാടാന്നറിയില്ലടാ. 916 ഗോൾഡ് പോലുള്ള ഒരു പെണ്ണിനെ പ്രേമിക്കുന്നത് പാടാന്നറിയില്ലടാ. അവൾ എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ താഴത്തെ ബെർത്തിൽ വെച്ച് താലി കെട്ടി മുകളിലത്തെ ബെർത്തിൽ വെച്ച് ഫസ്റ്റ് നൈറ്റും ആഘോഷിക്കുമായിരുന്നു. ആ എന്നെയാണാ നീ ഇങ്ങനെ ഇട്ട് കളിക്കില്ലേ? കൊന്നുകളയും ഞാൻ. ഈ കറുത്ത ശരീരത്തിനുള്ളിൽ വെളുത്തൊരു മനസ്സുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നടാ. ഇനി എന്തെങ്കിലും ഈ വായിന്ന് വീണ് കഴിഞ്ഞ ഒറ്റ വീക്ക് ഞാൻ തരും. അല്ല നിനക്ക് എന്താ വേണ്ടത്? ഇതെനിക്ക് വേണോ അനിയ? ഓടുന്ന ട്രെയിനിൽ എങ്ങനെ കിട്ടുന്നത്? എന്റെ കണക്ക് കൂട്ടലുകളൊന്നും തെറ്റില്ല. ഇനി അടുത്ത സ്റ്റേഷനിൽ ഈ വണ്ടി നിൽക്കും, അതും 2 മിനിറ്റ് കാണും. വണ്ടി നിന്നാ ഉടനെ തന്നെ നീ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നേരെ ഓടണം. നീ ഓടുന്ന വഴിക്ക് തന്നെ ഒരു ഇരുമ്പ് പാലമുണ്ട്. ആ പാലത്തിന്റെ ലെഫ്റ്റിൽ മെയിൻ റോഡുണ്ട്. റൈറ്റിലേക്ക് നോക്കിയാൽ ഒരു താടി വെച്ച കിളവനൊരു കടയുണ്ട്. അതിന്റെ തൊട്ടടുത്താണ് ബിവറേജ്. കൗണ്ടറിൽ കാശ് കൊടുത്താൽ ഏത് ബ്രാൻഡ് അവർ തന്നാലും അതും വാങ്ങി നീ നേരെ ഓടിയാൽ ഓടി വരുമ്പോ തന്നെ ട്രെയിൻ പുറപ്പെട്ടിരിക്കും. ലാസ്റ്റ് കമ്പാർട്ട്മെന്റിൽ തന്നെ നീ ചാടി കയറാം. ഞങ്ങൾ അവിടെ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം. നോക്ക്, ഞാൻ പറയുന്ന ടൈമിങ്ങിൽ എന്തെങ്കിലും മിസ്സിംഗ് വന്നാൽ ഈ ട്രെയിൻ നിനക്ക് മിസ്സാവും. എന്റെ വിറയിലും കൂടും. ഇതാ 250 രൂപയുണ്ട്. ഒരു OPR എങ്കിലും എടുത്തിട്ട് വെള്ളം അടിച്ചാലേ പറ്റുവാളാ. അളിയ തല കറക്കുന്നടാ എനിക്ക്. നീ പോയിട്ട് വാളിയാ. ലേഡീസ് ഫസ്റ്റ്. എന്തോന്നാ ലേഡീസ് ഫസ്റ്റോ? ഇങ്ങോട്ട് എടുക്കണേ. വാ വാ വാ, കൈ കൊടു കൈ കൊടു. വാ വാടാ, ഓട് ഓട്. വാ 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 വാ, വേഗം വാ, ഓടി വാ, വേഗം വേഗം, കൈ കൊടു. ജെന്നി പിടിച്ചതാ, സാരമില്ല, നോക്കാം. ആന്റി, ഞാൻ എല്ലായിടത്തും മെഡിക്കൽ ഷോപ്പ് നോക്കി, എവിടെയും കണ്ടില്ല. ഇവളുടെ ബോഡി ആകെ തണുപ്പാ, നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. ചൂടാക്കിയില്ലെങ്കിൽ ഫിക്സ് വരും. ജെന്നി പ്ലീസ് ഇത് കഴിക്കും. വേഗം അത് കുടിക്കും. എനിക്ക് ജെന്നി. ആന്റി, ബോഡി ഹീറ്റ് കൺട്രോൾ ആവുന്നുണ്ട്. ഇനി 10 മിനിറ്റിൽ അടുത്ത സ്റ്റേഷനിലെത്തും. ഞാൻ ആംബുലൻസ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ജെന്നി ഡോൺ വരി. അയ്യോ, എന്തിനാ വെള്ളം ചേർക്കുന്ന? എനിക്ക് വെള്ളം ഇഷ്ടമല്ല. അങ്ങനെയാണോ? എങ്കിൽ ഇത് ഞാൻ അങ്ങ് കുടിക്കാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ കുടിച്ചോളാം. ഇങ്ങനെന്താ ചെയ്യുന്നേ? എങ്ങനെയുണ്ട്? ഇതൊരു മാജിക്കാ. പാല് പിരിയുന്നത് പോലെ ഞാനിത് മാറ്റിയെടുത്തു. നീ ഇവിടെ നിൽക്കും, ഞാനൊന്ന് പറന്നിട്ട് വരാം. മിസ്റ്റർ പറക്കാൻ പോകുന്ന കൂട്ടുകാരൻ, എന്താ ഒരുപാട് ഉയരത്തിൽ അങ്ങ് പറക്കല്ലേ. ട്രെയിനിന് പവർ കൊടുക്കാൻ ലൈൻ കമ്പിയുണ്ട്. കറണ്ട് അടിച്ച് ചത്തു പോകും. 10ാം വയസ്സ് തൊട്ട് പറക്കാൻ തുടങ്ങിയതാടാ. പോയി ചത്തിട്ട് വാ. മൈക്കിളെ, വൈൻ ഷോപ്പിലൊരു പെണ്ണിനെ കണ്ടടാ. നല്ല കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണിനെ പോലെ ഉണ്ടാ. സാധനം വാങ്ങി എന്ത് ഓട്ടവളെ ഓടിയെന്നറിയോടാ. PT ഉഷ തോറ്റുപോകും. വെള്ളം അടിക്കാനുള്ള പരക്കം പാച്ചിലേ. അളിയാ, ടോയ്ലറ്റിലെ ആണും പെണ്ണും ഉള്ള വ്യത്യാസം ബാറിലൊന്നും അങ്ങനെ ഇല്ല. ആദ്യം നീ ഒരു കാര്യം ചെയ്ത് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒന്ന് ജോയിൻ ചെയ്യും. മൊത്തം വൃത്തികേടുകളാ. അതിലൊക്കെ ചേരാൻ എത്ര രൂപ ചെലവും മച്ചാനെ? എന്റെ പൊന്നളിയാ, കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും 1990. ആദ്യം നിന്റെ മനസ്സിൽ അത് കുറിച്ചിട്ടോ. ഞാൻ ഒരു ഉമ്മ തരട്ടെ മച്ചാനെ? എനിക്ക് ഉമ്മയൊന്നും വേണ്ട. നിന്നെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. സ്നേഹിച്ച ഉമ്മ വെച്ച് കൊല്ലും. എടാ, എനിക്കും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ അക്കൗണ്ട് ഉണ്ട്, അറിയാമോ? നാട്ടില് തങ്കപ്പേന്റെ കടയിൽ നിനക്ക് അക്കൗണ്ട് ഉണ്ട്, അതെനിക്കറിയാലോ. അത് നീ പറ്റു വാങ്ങിയ അക്കൗണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ എന്തിട്ടാലും എന്തുമാത്രം ലൈക്ക് ആണെന്ന് അറിയോ? ഇളക്കമാണെന്നോ? പശുവിന്റെ ചാണകം എടുത്ത് ക്ലോസപ്പിലൊന്നും ഇട്ടാ മതി. വൗ, അടിപൊളി, ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ. ഇത്രയും നാളുമായിട്ട് കാണാത്ത സാധനമാണെന്നൊക്കെ അങ്ങ് പറയും. സോറി മൈക്കിളെ, അവിടെ നോക്കിയാ വൈൻ ഷോപ്പിൽ ഞാൻ കണ്ട പെണ്ണില്ലേ? തലക്ക് പിടിച്ച് നടക്കുന്ന കണ്ടില്ലടാ. സോറി. നല്ല പരിപാടി. മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല വെള്ളോടിയാണ്.
ഹലോ ഡോക്ടർ, ഞാൻ പ്രിയാണ് സംസാരിക്കുന്നത്. ഇവിടെ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. അടുത്ത 20 മിനിറ്റ്സിൽ ഞങ്ങൾ കോഴിക്കോട് ജംഗ്ഷനിലെത്തും. സർ, ആംബുലൻസ് ഒന്ന് പറഞ്ഞയക്കാം. ഹലോ കേൾക്കുന്നില്ല? ഹലോ 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 ഡോക്ടർ. എടാ മൈക്കിളെ, ആ അങ്ങോട്ട് നോക്കിയടാ, ബാത്റൂമിൽ നിന്ന് പുക വരുന്നു. അകത്തിരുന്നോണ്ട് സിഗരറ്റ് വലിക്കടാ. അളിയാ, പട്ടീരെ വാരി 12 കൊല്ലം കൊള്ളിട്ടാലും അത് വളഞ്ഞേ ഇരിക്കും. അതുപോലെയാ മദ്യം കഴിച്ചാൽ സിഗരറ്റ് വലിക്കണം. ശ്ശേ. എക്സ്ക്യൂസ് മീ, ഒരു ചെറിയ ഹെൽപ്പ് വേണം. ഇങ്ങറ. സോറി, ഞങ്ങൾക്ക് എന്നെ കുറച്ചേ ഉള്ളൂ. ആ, അതല്ല, ഒരു കോൾ ചെയ്യണം. എന്താ, ഫോണോ? ഞാൻ തരാമല്ലോ. ഇന്നാ വിളിച്ചോ. ഏയ്, ഫോൺ എന്തിനാണ് കൊടുത്തേ? വിളിക്കട്ടെ, ഇല്ലെങ്കിൽ സാധനം അങ്ങനെ ചോദിച്ചാലേ. ഡോക്ടർ, ഞാനാണ് സംസാരിക്കുന്നത്. എന്റെ ഫോൺ ഡെഡായി പോയി. അടുത്ത് കോഴിക്കോട് ജംഗ്ഷനാ. റൂമെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ സർ? റൂമൊന്നും ഇല്ലല്ലോ, ഇപ്പൊ എല്ലാം ഫുള്ളായിരിക്കുന്നു. ജനറൽ വാർഡേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ സാരല്ല, റൂമില്ലെങ്കിലും സാരല്ല. എന്താണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേക്കാം. സേഫ്റ്റിയാണ് പ്രധാനപ്പെട്ടത്. നിങ്ങൾ എത്ര പേരുണ്ടോ? ആംബുലൻസിനോടൊപ്പം 2 പേരുണ്ടാവും. അയ്യോ സർ, 2 പേരേ ഉള്ളൂ. അതൊന്നും ശരിയാവത്തില്ല സർ. 2 പേരും കൂടെ അയക്കൂ. അപ്പോഴേ കാര്യങ്ങളൊക്കെ ശരിയാവൂ. 4 പേരാ? എന്റെ ഈശ്വര, ഇതെന്ത് കണ്ടെയ്നർ ലോറിയാ? ഓക്കെ സാർ, എത്തുമല്ലോ അല്ലേ? ചേട്ടാ ഇതാ, താങ്ക്സ്. എക്സ്ക്യൂസ് മീ, ചോദിച്ച വല്ലതും? 2 പേര് ശരിയാകില്ല എന്ന് പറഞ്ഞില്ലേ? അത് ഞങ്ങള് 2 പേരും കൂടി. ഓക്കെ, അതിനെന്താ കുഴപ്പം? തീർച്ചയായും ഞാൻ നിങ്ങൾ 2 പേരെ ഉൾപ്പെടുത്താം. എന്താടാ, പപ്പടം ചോദിച്ചപ്പോ അവള് പടക്ക് തരാന്ന് പറഞ്ഞു. ഒരു സിഗരറ്റ് ആടേ. ഏയ്, നിന്റെ പോക്കറ്റ് തന്നെ ഉണ്ടാ. എൻ്റെ ഉണ്ട്. അതല്ല എന്റെ ചോദിക്ക്. ഓടുന്ന ഈ വണ്ടിയിൽ ഒരു പെണ്ണ് വെള്ളം ഒഴിച്ച് ഫിറ്റായി സിഗരറ്റ് വലിച്ചിട്ട് പോയിട്ട് ഒരു പ്രശ്നമില്ല. അവളെ പിടിച്ചില്ല. ഞാൻ ഒരു സിഗരറ്റ് വലിച്ച പെറ്റി കാണും പോലും. അയ്യോ സാറേ, അതിന് റമ്മല്ലടാ, ബ്രാൻഡിയാടാ. എന്താ പ്രശ്നം? കഷ്ടപ്പെട്ട് വാങ്ങിച്ച ആ സാധനം ഈ കാലമാടനെടുത്ത് വെളിയിലേക്ക് എറിഞ്ഞെന്നോ? ഇയാൾ എപ്പോ നോക്കിയാലും എല്ലായിടത്തും വെളിയിലേക്ക് എറിയും. ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇതായിക്ക് വട്ടുണ്ടായിക്ക്. അവന്റെ കയ്യിൽ തോക്കരിക്കുന്നാണ്ടാ. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ? ഒരുപാട് ആലോചിച്ച് തല പുണ്ണാക്കല്ലേ. എന്ത് ചെയ്യാനാ? അനി ഒന്ന് ആലോചിക്ക്. ഇയാൾക്ക് മലയാളം എന്താണെന്ന് പോലും അറിയില്ല. അറിയില്ല. ഇപ്പൊ നോക്കോ. മരത്തലയ മരമാക്രി ഉണ്ടാക്കണ്ണ. മരമാക്രി ഉണ്ടാക്കണ്ണ. അതൊക്കകത്ത് കളിമണ്ണി നിറച്ച ഉണ്ടാക്കണ്ണ മരമാക്രി. ഉണ്ടാക്കണ്ണ മരമാക്രി. എന്റെ വീട്ടുകാരല്ല പറയുന്നത്, നിന്റെ വീട്ടുകാരെയാ. നിന്റെ വീട്ടുകാരെ തന്നെയാ പറയുന്നത്. വായടക്കണ കുരങ്ങ, എലിയുടെ മോന്തയുള്ളവനെ, പല്ല് തള്ളി വാ തുറന്നവനെ, പല്ല് തള്ളിയവനെ, കൊമ്പനുള്ളവനെ, നിന്നെ ഉണ്ടല്ലോ കൊത്തിയരിഞ്ഞ് വെളിയിലിട്ട് വലിച്ചടക്കൂടാ. അറിയാ, വിട്ടോടാ. അമ്മയെ, സഹോദരങ്ങളെ, കണ്ണ് രണ്ടും കാണാത്ത, ചെവി കേൾക്കാൻ പാടില്ലാത്ത 2 പേരാ വരുന്നത്. അനിയാ, മലയാളം അറിയില്ല. കൊതുകിന് വരട്ട തോക്കെടുത്തതാ. സമാധാനമായി. അനിയ, ട്രെയിൻ പുറപ്പെടാൻ ഇനി 1/2 മണിക്കൂറുണ്ട്. ഗുരുവായൂരുന്നൊരു ക്രോസിംഗ് ഉണ്ട്. അത് കഴിഞ്ഞേ ഇതിനി പോകൂ. അതിനിപ്പോ എന്ത് വേണം? ഞങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങൾ പോ. ഹലോ ഹലോ, നിങ്ങൾ എവിടേക്ക് പോകരുത്. നിങ്ങൾ എന്തായാലും വേണം. അവിടെ തന്നെ നിൽക്കണേ. നോക്കടാ, നമ്മളെ മിസ് ചെയ്യല്ലെന്ന് അവക്കെന്താടാ ഇത്ര വാശി? എടാ, അവളെ കണ്ടാൽ തന്നെ അറിയാം നല്ല വിദ്യാഭ്യാസവും സൗന്ദര്യമുള്ള പെണ്ണാണെന്ന്. അവൾക്ക് നല്ല ജോലി ചെയ്ത് ജീവിച്ചൂടെ? അവളെന്തിനാ ഇത്ര മോശപ്പെട്ട് ജോലി ചെയ്യുന്നത്? നിനക്കാണെങ്കിൽ നാട്ടിൽ 5-6 ഫാക്ടറികളുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, അവക്കൊരു ജോലി വാങ്ങിക്കൊടു. 5 പൈസയിൽ അടക്കുന്നവനാണ് ഒരു. ഹലോ, കുറച്ചു മുമ്പ് ഈ നമ്പറിൽ ഒരു പെൺകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഏയ്, മര്യാദയ്ക്ക് ഫോൺ വെച്ചോ. കൈ കിട്ടിയാ നിനക്ക് പിന്നെ അന്തോ കൊന്തോ ഉണ്ടാവില്ല. എന്തിനാടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എവിടെയാ വരണ്ടേന്ന് വിളിച്ച് ചോദിക്കുന്ന മച്ചാനെ. നീ എന്നാടാ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തേ? എടാ, നിന്നോട് എത്ര പ്രാവശ്യം പറയാനോടാ? സാർ,
ഞാൻ ഡോക്ടർ സദാശിവമാണ് സംസാരിക്കുന്നത്. ട്രെയിനിലൊരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്. അതിന് പ്രസവം നോക്കിയ ഡോക്ടർ എന്നെ വിളിച്ചിരുന്നത്. ഞാൻ ആംബുലൻസായി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ഏത് പ്ലാറ്റ്ഫോം എന്ന് അറിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് എത്തും. അതുകൊണ്ടാണ്. ഹലോ ആരാടാ? എന്താടാ? ഹലോ, ഏത് പ്ലാറ്റ്ഫോമാണ്?